ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതിരെ സച്ചിനെയും ഒരു അടിപൊളി അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ സച്ചിനെയും രേവതിരെ അടിപൊളി ഒരു അപ്കമിങ് വിശേഷത്തിലേക്ക് പോകാം അല്ലേ. അങ്ങനെ ശ്രുതിയും അങ്ങനെ 50 ലക്ഷം രൂപ നീലിമയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വളരെ സന്തോഷത്തോടു കൂടി നേരെ വെച്ച് പിടിക്കുന്ന ഒരു ഐസ്ക്രീം പാർലറിലേക്ക് കേട്ടോ. അപ്പോൾ ഈ രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷം അങ്ങനെ തുളുമ്പി നിൽക്കുന്നത് നമുക്ക് കാണാം. 50 ലക്ഷം രൂപ കൈ കിട്ടിയതിൻ്റെ ഒരു മതിമറന്നുള്ള ആഘോഷമൊക്കെയാണ് ഇനി നമ്മുടെ ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും അവർക്ക് ആ പെറ്റി അടച്ച് സ്കൂട്ടി കെട്ടി പെട്ടെന്ന് സന്തോഷത്തോടു കൂടി രേവതി പെട്ടെന്ന് സച്ചിയോട് പറയാം ബൈക്കിൽ കയറാൻ പറയാം. അപ്പം അപ്പോൾ അങ്ങനെയായോ, പിന്നെ ഈ ടാക്സിക്കാർ എൻ്റെ കാർ ഇവിടെ ഇട്ടിട്ട് പോകാനാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുക. അത് ശരിയാണല്ലോ എന്ന് രേവതി. എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുക. വിട്ടോളാൻ പറയാം സച്ചി. അങ്ങനെ രേവതി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്കൂട്ടിയൊക്കെയായിട്ട് പാഞ്ഞ് തൻ്റെ ജോലിയുമായിട്ട് വിട്ടുപോകുന്നു. സച്ചിയുടെ ജോലിയുമായിട്ട് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നത്. അതിനിടയിൽ രസകരമാകുന്ന നിമിഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെയും ജീവിതത്തിൽ വീണ്ടും ചില കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു രംഗമാട്ടോ. ഐസ്ക്രീം ബാറിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് ശ്രുതി പറയുകയാണ്, എത്രയും വേഗം പോയി വീട്ടിൽ പോയി അവനെ സച്ചിയെ കാണണം, അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, അവൻ്റെ മുന്നിൽ നിന്ന് വിലസി നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്തിന്? അല്ല, ഇത്രയും കാലം ഞാൻ അച്ഛൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് കള്ളനാക്കിയല്ലേ അവൻ അപമാനിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല എനിക്ക് ജോലിയില്ല, വേലയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് അപമാനിക്കുന്നുണ്ടല്ലോ. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പം പെട്ടെന്ന് ശ്രുതി ചോദിക്കുകയാണ്, ശ്രുതി, നിനക്ക് നീ ഈ പഠിച്ചതും അല്ലെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ നീ കാശ് കൊടുത്ത് മേടിച്ചതാണോ അതോ നീ പഠിച്ച് നേടിയതാണോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് ശ്രുതിക്ക് എന്തോ പോലെ അങ്ങനെ ചോദിച്ചാൽ നീ എന്നെ അങ്ങനെ ശ്രുതിയാൻ അങ്ങനെ ചോദിച്ചാൽ അല്ല, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാവോ? ഇപ്പോൾ നീ ഈ പൈസ കൊണ്ട് അച്ഛൻ്റെ കൊടുക്കുക, അച്ഛനോട് പറയുക നീലിമ അടിച്ചുകൊണ്ട് പോയ പൈസ എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായിട്ടും ഈ 50 ലക്ഷം രൂപ മേടിക്കും. മേടിച്ച കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ഇത് 3ആയിട്ട് വീതിക്കും. സച്ചിക്കും ശ്രുതിക്കും അതുപോലെ ശ്രീകാന്തനും വീതിക്കും. അപ്പോൾ സച്ചി പറയും അച്ഛൻ്റെ വീതം കൂടെ മാറ്റി വെക്കാൻ പറയും. അപ്പം വീതം 4ആയി. അങ്ങനെ 4 വീതമാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് നിൻ്റെ കയ്യിൽ എന്താണോ ശ്രുതിയുടെ കയ്യിൽ എന്താണോ ബാലൻസ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല എന്ന് പറയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാണ്, എന്തായാലും ഒരു കനേഡിയൻ കമ്പനിയിലേക്ക് ശ്രുതിക്ക് അവസരം വന്നല്ലോ, അവിടെ അങ്ങോട്ട് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് പറയാം. അവിടെ ചെന്ന് ശ്രുതി ഈ പൈസ അടയ്ക്കുന്നു, കാനഡയ്ക്ക് പോകുന്നു. അവിടെ ചെന്ന് ജോലി ചെയ്ത് കുറേശ്ശെ പൈസ ഇങ്ങോട്ട് അച്ഛനെ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്യാല്ലേ. എന്നാലും ഈ പൈസ എവിടുന്ന, ഈ കനേഡിയൻ കമ്പനിക്ക് പൈസ കൊടുക്കാൻ എവിടുന്നാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ പറയണം എൻ്റെ അച്ഛൻ അയച്ചു തന്നാണെന്ന് പറയണം. അതെങ്ങനെയാണ് ശരിയാകുന്നത്? നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ കിടക്കുന്നത്? അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ അവിടുന്ന് സന്തോഷത്തോടു കൂടി ശ്രുതിക്ക് കനേഡിയൻ കമ്പനിയിലേക്ക് ജോലി കിട്ടിയിരിക്കുകയാണല്ലോ, എന്തായാലും വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി പൈസ അടയ്ക്കാൻ വേണ്ടി പാഞ്ഞു പോവുക. അവിടെ ചെന്ന് ഓഫീസിൽ കയറി ചെല്ലുന്ന അവരെ സ്വീകരിച്ച് അവിടെ എത്തുന്നു. അപ്പം ശ്രുതി പറയാം, സാറേ ഞാൻ ഇതുപോലെ ശ്രുതിയാണ്, എന്നെ കനേഡിയൻ കമ്പനിയിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഓഫീസർ പറയാണ്, ഏജൻസിയിലുള്ള വ്യക്തി പറയാണ്, സോറി ശ്രുതി, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേങ്കിൽ ആ അവസരം നഷ്ടമായിരിക്കുകയാണെന്ന് പറയാം. അപ്പം പെട്ടെന്ന് ശ്രുതിയും ഞെട്ടിപ്പോവുക. അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, സാറേ ഞാനിത് അതിന് സെലക്ട് ആയതായിരുന്നല്ലോ, പിന്നെന്താ ഇങ്ങനെ മാറ്റം വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, ശരിയാണ്, നിങ്ങളെല്ലാത്തിലും എഡ്യൂക്കേറ്റഡാണ്, അതുപോലെ ഡിഗ്രികളുണ്ട്, നിങ്ങൾ അതിനെല്ലാം പെർഫെക്റ്റാണ്. പക്ഷേങ്കിൽ കഴിഞ്ഞിടയ്ക്ക് അതിലും ശ്രുതിയേക്കാളും അത്രയ്ക്ക് ഡിഗ്രി ഇല്ലാത്തൊരു വ്യക്തി ഇവിടെ വരികയും സെലക്ട് ആവുകയും ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ പറഞ്ഞ പൈസ അടച്ചപ്പോൾ ആ അവസരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു എന്ന് പറയാണ്. നിങ്ങൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി, പൈസ അടയ്ക്കാൻ ഒത്തിരി ലേറ്റ് ആയിപ്പോയി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ശ്രുതിയും ചോദിക്കുന്നു, സാറേ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ശ്രുതിയുടെ ഭാര്യയാണ് സാറേ, ഇത് ഇനി വേറെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? ശ്രുതിക്ക് കാനഡയ്ക്ക് പോകാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നിലവിലില്ല, കാരണം അദ്ദേഹം സെലക്ട് ആയിപ്പോയി, നിങ്ങൾ പൈസ കൊണ്ടുവരാൻ താമസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. മാത്രമല്ല ഇനി ഇദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടാൻ കാനഡയ്ക്ക് പോകാൻ സാധ്യത കുറവാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഏജ് ഓവറായി പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ വന്ന ശ്രുതിയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാട്ടോ. എന്തായാലും ഇനി കാനഡ എന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് ശ്രുതിക്ക് പോകാൻ കഴിയില്ല, വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ അവസരം വന്നാൽ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞ്
അവരെ പറഞ്ഞ് ശ്രുതിനെയും പറഞ്ഞയക്കുന്ന ഒരു ഭാഗമുണ്ടോ. അങ്ങനെ വെളിയിൽ വന്ന് സങ്കടത്തോടു കൂടി നിൽക്കുന്ന ശ്രുതിയോട് പറയുകയാണ്, എന്തിനാണ് ഇനി അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പം ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയുണ്ടാകുന്നത്. പൈസ വന്നപ്പോഴത്തേക്ക് ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടിയപ്പോഴത്തേക്ക് പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശ്രുതി പറയാം, സാരമില്ല ശ്രുതി, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 ലക്ഷം രൂപയില്ലേ, അത് വെച്ച് നമുക്കൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറയാം. അത് ശരിയാണല്ലോ, ബുദ്ധി അല്പം പതുകയാണല്ലോ നമ്മുടെ ശ്രുതിക്ക് ഉണ്ടാകുന്നത്. ശരിയാണല്ലോ, എന്ത് ബിസിനസ്സാണ്, അതൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറയാം. എന്തായാലും ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ, ഈ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പം പൈസ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് പറയാം. അപ്പോൾ അതൊക്കെ കള്ളവാകിയല്ലേ, എന്തെങ്കിലും വിഷയം ഉണ്ടാകിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഇവർ വിശ്വസിക്കുമെന്ന്, അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം എന്ന് ശ്രുതി പറയുകയാണ്. അപ്പം എന്തായാലും ശ്രുതി പറയുകയാണ്, അപ്പം എല്ലാം നീ ഏറ്റോണം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ തലയിൽ എല്ലാം വെക്കുകയാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് അവർ കടകളിലൊക്കെ കയറി, ടെക്സ്റ്റൈൽസിലൊക്കെ കയറി ഒരുപാട് തുണികളൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. വീട്ടിലേക്ക് എല്ലാവർക്കും ആവശ്യത്തിന് കാശുണ്ടല്ലോ, തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഭാഗം. അവൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വലിയ ബാഹ്യം അതുപോലെ കവറുകളൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ചന്ദ്രമതി നോക്കി, ഇതെന്താ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഡ്രസ്സ് എടുത്തതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്, എല്ലാവരോടും പറയുകയാണ്. ഇതുപോലെ ശ്രുതിയുടെ അച്ഛൻ 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രമതിയുടെ കിളി പോയൊരവസ്ഥയായിട്ട്. കാരണം സന്തോഷം കൊണ്ട് ഇതുവരെയും ഒരു ജോലിയും വരെയില്ലാതിരുന്ന, എന്നും കുറ്റം മറിച്ചിന് മാത്രം ഉണ്ടായിരുന്ന ശ്രുതിയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതങ്ങൾ സംഭവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇതിനു മുമ്പ് തന്നെ പോകുന്ന വഴിക്ക് തന്നെ ശ്രുതി പറഞ്ഞിരുന്നു, 50 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്ന് അയച്ചു തന്നെന്ന് പറയണ്ട, 25 ലക്ഷം രൂപ അയച്ചു തന്നെന്ന് പറഞ്ഞാൽ മതി, പിന്നെ 25 ലക്ഷം രൂപ പിന്നീട് അയക്കും എന്ന് നമുക്ക് വീട്ടിൽ പറയാമെന്നൊക്കെ പറഞ്ഞൊരു അറേഞ്ച്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡ്മെൻറ്റിലാണ് അവർ പോകുന്നത്. അങ്ങനെ ചെന്ന് ശ്രുതി പറയുകയാണ്, എൻ്റെ അച്ഛൻ അയച്ചു തന്നു. അന്നപ്പോൾ ആ സമയത്ത് സച്ചി കയറി വരിക. അപ്പോൾ സച്ചി ചോദിക്കും, അതങ്ങനെ ശരിയാകുന്ന, ജയിലിൽ കിടക്കുന്ന നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്നൊന്നും ഞെട്ടുന്നുണ്ട് എല്ലാവരും കേട്ടോ. അപ്പം ശ്രീകാന്തൻ ചോദിക്കുക, അത് ശരിയാണല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുകയാണ്, അല്ല, അച്ഛൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ മാമൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചിരുന്നു എനിക്ക് വേണ്ടി, അത് പെട്ടെന്ന് അതാണ് അയച്ചു തന്നതെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സച്ചി ചോദിക്കാം, അതന്നെ നിൻ്റെ അച്ഛൻ അറിയാമായിരുന്നത് നിൻ്റെ അച്ഛൻ ജയിലിൽ പോകുമെന്ന്, അതിന് മുമ്പ് നിനക്ക് വേണ്ടി പൈസ മാറ്റി വെച്ചത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് സച്ചിയുടെ മനസ്സിൽ സംശയമുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, അതങ്ങനെയല്ല, മാമൻ്റെ കൊടുത്തായിരുന്നു, മാമൻ അച്ഛൻ അറസ്റ്റിലായപ്പോൾ പെട്ടെന്ന് മറന്നുപോയതാണ്, അതിപ്പോഴാണ് അയച്ചു തരുന്നത് എന്ന് പറയുകയാണ്. എന്തായാലും പൈസ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ചന്ദ്രമതി ആഘോഷമാക്കുകയാണ്. ശ്രുതിയെ ഒന്നും പറയാൻ പോലും സമ്മതിക്കാതെ, ആർക്കും ഒന്നും പറയിപ്പിക്കാതെ അന്യ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്ന രസകരമാകുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം സച്ചി ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ, പലരും ഈ പൈസയുടെ കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രുതി പെട്ടുപോകുന്ന ചില സമയമൊക്കെ ഉണ്ട്. ആ സമയത്തെല്ലാം ശ്രുതി തന്നെ രക്ഷിച്ച് എടുക്കുന്ന ഒരു രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്ന ഉന്മേഷയിൽ ഇരിക്കുമ്പോഴും ശ്രുതിയുടെ നാവിൽ നിന്ന് ചില അബദ്ധ വാക്കുകൾ വരികയാണ്. തൻ്റെ അക്കൗണ്ടിലേക്ക് തൻ്റെ പേരിൽ പൈസ വന്നു എന്ന് പറയുമ്പോൾ സച്ചി അതിൽ കയറി പിടിക്കുകയും, അതെങ്ങനെയാ ശ്രുതിയുടെ അച്ഛൻ നിൻ്റെ പേരിൽ പൈസ അയക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി അബദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്ന നമ്മുടെ ശ്രുതിയാണ് എന്നതാണ് രസകരമാകുന്ന ഒരു കാര്യം. അതിനിടയിൽ പൈസ വന്നതിൻ്റെ അഹങ്കാരത്തിൽ ചന്ദ്രമതി നമ്മുടെ രേവതിയെ ഒരുപാട് അപമാനിക്കുകയും, അതുപോലെ ശ്രുതിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തെല്ലാം സച്ചി രേവതിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന നല്ല നല്ല രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും രസകരമാകുന്ന രീതിയിലാണ് അടുത്ത 2-3 ദിവസത്തെ എപ്പിസോഡ് പോകുന്നത്. അങ്ങനെ ഈ പൈസ ശ്രുതിക്ക് കിട്ടിയ പൈസ, ആ പൈസ ഒരു മെയിൻ കാതലായ വിഷയമായി ചർച്ചയാകുന്ന കാര്യങ്ങളൊക്കെയാണ് 2-3 ദിവസത്തെ വിഷയം. ഇതിലേക്ക് സച്ചിക്ക് കൂടുതൽ സംശയമുണ്ടാകുകയും, സച്ചി ഇത് എങ്ങനെയാണ് ശ്രുതിയുടെ പേരിൽ പൈസ വന്നത് എന്ന് അറിയാൻ വേണ്ടി ചെറിയ തോതിൽ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും, അങ്ങനെ ആ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കുവാനാണ് ഇവർ തമ്മിൽ രണ്ടുപേരും ഒരു കള്ളത്തരമാണ് പറയുന്നത് എന്ന് സച്ചിക്ക് മനസ്സിലാക്കുകയും, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ പകുതി പൈസയുടെ കാര്യം പറഞ്ഞിട്ടുള്ള ഈ 25 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ചില അന്വേഷണവുമായിട്ട് സച്ചിയും രേവതിയും ഒരുമിച്ച് മുൻപോട്ട് പോകുന്ന രസകരമാകുന്ന സീനൊക്കെ ആയിരിക്കും
2-3 ദിവസത്തേക്ക് നമ്മൾ കാണാൻ പോകുന്ന വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.